സഹോദരങ്ങളെ, മാണിക്യം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? മാണിക്യം എത്ര തരമുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ വ്യത്യാസം? ഈ മാണിക്യം എല്ലാത്തിനും ഒരേ ഗുണം തന്നെ കിട്ടുമോ? ഇനി മാണിക്യത്തിൻ്റെ ഗുണങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ബെനിഫിറ്റ്സ് ഓഫ് റൂബി എന്നടിച്ചാൽ മതി. ഇതിനെ തന്നെയാണ് അറബിയിൽ യാക്കൂത്ത് എന്ന് പറയുന്നത്. ഇത് ഖുറാനിലൊക്കെ ഉള്ള ഒരു രത്നക്കല്ലാണ്. അപ്പോൾ ഇത് ഒരുപാട് ഗുണങ്ങളുണ്ട്. അന്ന് തന്നെ അതിനു മുമ്പേ പണ്ട് തന്നെ ആളുകൾ ഇത് മനസ്സിലാക്കിയിരുന്നു. പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഒരുപാട് ഉപയോഗിച്ചിരുന്ന രത്നങ്ങളിൽ ഒന്നാണ് മാണിക്യം. അപ്പോൾ ഇതിൽ ഏറ്റവും വില കുറവുള്ളതെന്ന് പറഞ്ഞാൽ മാണിക്യത്തിൻ്റെ കല്ലിൻ്റെ ഏറ്റവും പുറം ഭാഗത്തുള്ള ആണ് നമുക്ക് വില കുറഞ്ഞു കിട്ടുന്നത്. ഇതിന് 250 രൂപയുള്ളൂ ക്യാരറ്റിന്. ഇതിന് ഉള്ളിലേക്ക് ചെല്ലുന്തോറും മാണിക്യത്തിൻ്റെ വില കൂടും. അതായത് ഒരു കല്ലിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളാണ് വിവിധ വിലയിൽ വരുന്നതെന്ന് അർത്ഥം. അതുകൊണ്ട് ഏറ്റവും വില കുറഞ്ഞത് ഉപയോഗിച്ചാലും കൂടിയത് ഉപയോഗിച്ചാലും ഒക്കെ ഗുണങ്ങളൊന്നും തന്നെ, പക്ഷെ കാണാൻ ചെറിയ വ്യത്യാസം ഉണ്ടാവും. കുറച്ച് ഷൈനിങ് കുറയും, കുറച്ച് കട്ടിങ്ങിലൊക്കെ ചെറിയൊരു കട്ടിങ് സെയിം തന്നെ ആയിരിക്കും, ഷൈനിങ്ങിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇതാണ് 250 രൂപ ക്യാരറ്റ് വിലയുള്ള മാണിക്യം. ഇനി നമുക്ക് 400 രൂപ വിലയുള്ള മാണിക്യം നോക്കാം. അതാണ് ഇത് 400 രൂപ വിലയുള്ള 400 രൂപ ക്യാരറ്റിന് വില കേട്ടോ. ഈ ഒരു മാണിക്യം മുഴുവൻ 400-ന് കിട്ടുന്നല്ല. ഇതിൽ 5 ക്യാരറ്റ്, 4 ക്യാരറ്റ്, 3 ക്യാരറ്റ് തൊട്ട് 10-12 ക്യാരറ്റ് വരെയുള്ളത് ഇതിനകത്തുണ്ട്. ഇനി 600-ൻ്റെ മാണിക്യാണെങ്കിലോ, ഇതാണ് 600 രൂപയുടെ മാണിക്യം. കൂടുതൽ ഉള്ളിലേക്ക് ചെല്ലുന്തോറും കുറച്ചുകൂടെ മാണിക്യത്തിൻ്റെ ആ ഒരു കളറിനും കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെയായില്ലേ. ഇനി ഉള്ളിലേക്ക് പോയി നമുക്ക് 1000 രൂപയുടെ മാണിക്യം കിട്ടും. കുറച്ചുകൂടി അതിൻ്റെ തിളക്കത്തിനും കളറിനും വ്യത്യാസമുണ്ട്. ഇതിൻ്റെ റെഡും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അതിപ്പോൾ ഒറ്റയ്ക്ക് കാണുമ്പോൾ അറിയില്ല, എല്ലാം കൂടി ഒന്നിച്ച് കാണുമ്പോൾ നമുക്ക് കളർ വ്യത്യാസം അറിയാം. ഇനി റോസും മാണിക്കുന്നുണ്ട് കേട്ടോ. അത് ഒരു പ്രത്യേക ഭാഗത്ത് ചില ആളുകൾ ഇതാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. ഏത് മാണിക്കായാലും ആകർഷണീയമായ ഒരു രത്നമാണ് ഇത്. പല ആളുകൾക്കും ഇത് വളരെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാണിക്യം സ്വീകരിക്കാം. ഇത് ഈ മാണിക്യത്തിന് 1000 രൂപ തന്നെയാണ് ഒരു ക്യാരറ്റിന് വില. ഇതിലിപ്പോൾ നമുക്ക് 2 ക്യാരറ്റ് മുതൽ 6, 7, 8 ക്യാരറ്റ് വരെയുള്ള മാണിക്യം ഇതിൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. കൂടുതലൊന്നുമില്ല. ഇതൊക്കെ വളരെ കൂടുതൽ എടുത്തു വയ്ക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണം. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ചേ നമ്മുടെ അടുത്ത് ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഇത് തന്നെ നിങ്ങൾക്ക് 1000, 2000, 3000, 5000, 10000 ഒക്കെ ഇതേ മാണിക്യം തന്നെ നിങ്ങൾക്ക് കടകളിലും മറ്റൊക്കെ വാങ്ങാൻ കിട്ടും. അവിടെ ചെന്ന് നമ്മൾ ആളെ കണ്ടിട്ടാണ് മിക്ക ആളുകളും വില പറയാറ് ഈ കല്ലിൻ്റെ ബിസിനസ്സിലൊക്കെ. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് കിട്ടിയ വിലയിൽ നിന്ന് എന്തെങ്കിലും ചെറിയൊരു മാർജിൻ ഇട്ടിട്ട് കൊടുക്കുകയാണ്. പരമാവധി ആളുകൾ നല്ല സാധനങ്ങൾ ഉപയോഗിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക. ഞങ്ങൾ ഇന്നലെ ഒരു കടയിൽ പോയിരുന്നു. കടയിൽ ചെന്നപ്പോൾ മാണിക്യം ഉണ്ടെന്ന് പറഞ്ഞു 5000 രൂപ ക്യാരറ്റിന്. ആ ഒരു അത് ഒന്ന് വാങ്ങണം എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം നമ്മുടെ അടുത്തുണ്ട് ഈ സാധനം തന്നെയാണ് 5000 രൂപ അവർ പറഞ്ഞത്. അതുപോലെ ഇതിനൊക്കെ ചോദിച്ചപ്പോൾ അതിന് വലിയ വിലയാവും എന്നാണ് പറഞ്ഞത്. അതിപ്പോൾ നമ്മൾ വില ചോദിക്കാൻ പോലും നിന്നില്ല. അതിനവർ 10000 ഒക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. എന്തായാലും നമുക്കിവിടെ 250, 400, 600, 1000, 1000 ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക.